ഹായ് ഫ്രണ്ട്സ്, ഇൻ ദ വൈൽഡ് വിത്ത് അജിത് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ബേഡ്സിനെയും വൈൽഡ് ലൈഫിനെയും ഒക്കെ കാണാനായിട്ട് കാട്ടിലേക്കൊന്നും എപ്പോഴും പോകണമെന്നില്ല. അവർ നമ്മുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നെട്ടൂർ എറണാകുളത്ത് നെട്ടൂർ എന്ന സ്ഥലത്ത് എൻ്റെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഈ കാഴ്ച. ഇത്തരം ഒരു ഹാങ്ങിങ് പ്ലാന്റ്, ഹാങ്ങിങ് പോട്ടിൽ നിൽക്കുന്ന ഹാങ്ങിങ് പ്ലാന്റിൽ ബുൾബുൾ കൂട് കൂട്ടി അവർ 3 മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു. അതിൽ ഒരു ആൾ ഫസ്റ്റ് ഫ്ലൈറ്റ് പറന്നുപോയി. ആ കാഴ്ച, അതിൻ്റെ മുന്നിലുള്ള കാഴ്ചകളും ഇന്ന് വരെയുള്ള കാഴ്ചകൾ ഒന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ റെഡ് വെൻറ്റഡ് ബുൾബുൾ, നാട്ടു ബുൾബുൾ എന്നറിയപ്പെടുന്ന റെഡ് വെൻറ്റഡ് ബുൾബുളിൻ്റെ നെസ്റ്റിംഗ്. വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് പൂച്ചയോ മറ്റ് മൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പക്ഷികളോ ഒന്നും വന്നവരെ ശല്യം ചെയ്യില്ല. അങ്ങനെ ഒരു ഏരിയയിൽ കണ്ടെത്തി ഇതുണ്ട്. വളരെ സേഫായിട്ടുള്ള ഒരു ബോട്ടിൽ അവർ നെസ്റ്റിംഗ് ചെയ്ത് 3 മുട്ടയിട്ടു. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് ഈ പക്ഷി. ഇതിൻ്റെ കളർ പറയുകയാണെങ്കിൽ ശരീരഭാഗം ഒരു തവിട്ട് നിറം, തൂവലുകളുടെ അറ്റത്ത് ഒരു വെള്ള ലൈൻ പോലെയുണ്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ മത്സ്യത്തിന്റെ ചിതമ്പൽ പോലെ നമുക്കത് കാഴ്ചയിൽ ഫീൽ ചെയ്യും. തലയിൽ ഇങ്ങനെ തൂവൽ കൂടിയിട്ട് ശിഖ പോലെ തൊപ്പി വെച്ച പോലെ ഇരിക്കും. പിന്നെ ഉദഭാഗത്ത് ഒരു ചുവന്ന, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചുവന്ന കളർ ഉണ്ടാവും. വാലിന്റെ അഗ്രഭാഗത്തും വൈറ്റ് കളർ. ഈ ചെടിച്ചട്ടിയിൽ കൂടുകൂട്ടി 3 മുട്ടയാണ് ഇവരിട്ടത്. ഈ പക്ഷി അത് വിരിഞ്ഞ ഉടനെ തന്നെ ദൃശ്യം. ചെറിയതായിട്ട് തൂവലുകൾ വന്നു. ഇപ്പൊ ഒരു പക്ഷിയുടെ പരുവത്തിലേക്ക് എന്റെ തൂവലുകൾ വലുതായി. 3 കുഞ്ഞുങ്ങളിൽ ഒരാൾ അല്പം വലുതാണ്. ഇയാളാണ് ആദ്യം വിരിഞ്ഞ മുട്ടയെന്ന് വന്ന ചിക്ക്. ഒന്ന് 2 ദിവസമായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അതിൽ ഈ ആദ്യം വിരിഞ്ഞ കുഞ്ഞ് പറക്കാനുള്ള ചെറിയ തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു. ചട്ടിയുടെ മുകളിലേക്ക് കയറിയിരിക്കുക, അത്യാവശ്യം തള്ളപ്പക്ഷി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും പുറത്തുനിന്ന് അവരുടെ ഒച്ച കേൾക്കുമ്പോൾ പറക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ 2 ദിവസമായിട്ട്. ഇതിൻ്റെ അമ്മപ്പക്ഷി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരും, പാരൻസ് 2 പേരും വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഇവര് നല്ലോണം ആ കോളിന് റിപ്ലൈ കൊടുക്കും. ഫീഡ് ചെയ്യുന്നതും രസമാണ്. കാഴ്ചയിൽ ഇതുണ്ട്. ഫീഡ് ചെയ്ത ഉടനെ തന്നെ ഇവർ കാഷ്ടിക്കും. ആ കാഷ്ടം ഈ വലിയ തള്ളപ്പക്ഷി അതെടുത്തിട്ട് അവിടുന്ന് മാറ്റും. കൂട് എപ്പോഴും ഹൈജീനിക്കായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ബാക്ടീരിയസ് അപ്പം തന്നെ അവരവിടെ നിന്ന് ഇത് റിമൂവ് ചെയ്യും.
ഫ്ലൈറ്റാണ്. പറക്കലിനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു. ചിറകൊന്ന് അനക്കി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ചിലപ്പോൾ പറന്ന് പോയേക്കാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. വീണ്ടും ഫീഡിങ്ങിനായിട്ട് വന്നു. Yes, that's the first flight. നെറ്റൂറുള്ള എൻ്റെ കുടുംബ സുഹൃത്ത് പ്രസീദ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ ബുൾബുൾ കൂട് കൂട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കാം എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് എത്ര നാളായിട്ടുണ്ട് ഈ ബുൾബുൾ ഇവിടെ കൂട് കൂട്ടാൻ തുടങ്ങിയിട്ട്? ഇതിങ്ങനെ കൂട് വയ്ക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു മാസത്തോളം മുമ്പായിരുന്നു ഞാൻ കണ്ടത്. അത് ശരി, സെർച്ച് ചെയ്ത്. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആശാന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഈ ഹാങ്ങിങ് ആയിട്ടുള്ള ചട്ടിയിലുള്ളത്. ഇത്രയും ചട്ടികളിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള തന്നെ നോക്കിയെടുത്ത് അല്ലേ? നെസ്റ്റിങ്ങിന് വേണ്ടി എത്ര സമയം എടുത്ത്, എത്ര ദിവസം എടുത്ത് ഏകദേശം? ഇത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒന്ന് രണ്ട് തവണ ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഈ നാരൊക്കെ ആയിട്ട് വന്നിരുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം സാധനം സെറ്റപ്പായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുപോലെ ഒരു മുട്ട കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ 3 മുട്ടയുണ്ട്. പിന്നെ നമ്മളെല്ലാ ദിവസവും ഇങ്ങനെ 3 മുട്ടയാണ് മുട്ടയുണ്ടായിരുന്നു. 3 വിരിഞ്ഞല്ലേ? 2 കിളികളാണ് വന്നുകൊണ്ടിരുന്നത്, ആണും പെണ്ണും തോന്നുന്നു. അപ്പോൾ വിരിഞ്ഞത് എനിക്ക് തോന്നുന്നു മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം 1.5 ആഴ്ച ഉണ്ടാവും വിരിഞ്ഞപ്പോൾ. ആദ്യം ഒരെണ്ണം വിരിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ബാക്കി 2 എണ്ണം വിരിഞ്ഞത്. അപ്പോൾ ഇന്നായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ആദ്യം വിരിഞ്ഞതായിരിക്കും ചിലപ്പോൾ ഇന്ന് ഫ്ലൈ ചെയ്തു അല്ലേ? തലേന്നും പിറ്റേന്നുമായിട്ടാണ് വിരിഞ്ഞത്. അതെ അതെ, ഒരെണ്ണം ആദ്യം, പിന്നെ ബാക്കി 2 എണ്ണം പിറ്റേ ദിവസം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ മുട്ട വിരിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് 2 മുട്ട വിരിഞ്ഞത്. അപ്പോൾ ആദ്യം ആ ഒരു ദിവസത്തെ പ്രായത്തിൻ്റെ വ്യത്യാസത്തിൽ ഇന്ന് അയാൾ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. അതായാലും വളരെ സേഫായിട്ട് നിങ്ങൾ അതിന് മാത്രം ഒന്ന് വെള്ളമൊക്കെ വളരെ സൂക്ഷിച്ചാൽ ഒഴിച്ചു തന്നോളൂ അല്ലേ? ആദ്യമൊക്കെ സൈഡിൽ കൂടി ഒഴിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അദ്ദേഹം വളരെ കെയറിംഗ് ആണ് കൊടുത്തത്. കാരണം വീട് വളരെ സേഫായിട്ടുള്ള വീട്ടിൽ സേഫായിട്ടുള്ള സ്ഥലത്താണ് വന്ന് കൂട് കൂട്ടിയത്. അപ്പോൾ ആ കൂട്ടിയത് ചട്ടിയിൽ തന്നെയാണ്. അവിടെ വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നും അത് ട്രൈ ചെയ്തില്ല. കുട്ടികളെ കൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഏതായാലും ഫസ്റ്റ് ഫ്ലൈറ്റ് വരെ വളരെ സേഫായിട്ട് പോയി. ഇനി ബാക്കി 2 പേരുണ്ട്, അവരും അടുത്ത ദിവസങ്ങളിൽ പോവും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.